ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോക്സ്. അപ്പം നമ്മൾ സാധാരണ മൂവി റിവ്യൂസ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് റിയാക്ഷൻ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്നൊരു തോട്ട് വരികയും എന്നാൽ പിന്നെ ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുകയും നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു റിയാക്ഷൻ വീഡിയോ എന്നാണ് അതിനെ വിളിക്കാമെന്നൊന്നും എനിക്കറിയില്ല. ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കെന്ത് തോന്നുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നു. ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസ് കഥ തിരക്കഥ എഴുതി അഭിനയിച്ച ആപ് കേസേ ഹോ എന്ന് പറയുന്ന ഒരു മലയാള സിനിമ. അതിന്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ഇന്ന്, അതായത് 27th February 2025. അപ്പൊ നാളെ, അതായത് 28th ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ടുള്ള ഒരു പ്രസ് മീറ്റിൽ വെച്ചിട്ട് ഒരു പത്രപ്രവർത്തകൻ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മീഡിയയുടെ, ഒരു ഓൺലൈൻ മീഡിയയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഒരു ക്വസ്റ്റൻ അല്ല, ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ട് അമ്പ് വിടുന്ന പോലെ പുള്ളിക്കാരൻ്റെ എതിരെ വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് കറക്റ്റായിട്ട് മറുപടി നമ്മുടെ ധ്യാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജീവ, അതായത് ഇതിൽ അഭിനയിക്കുന്ന ഒരാളാണ് ജീവ പിഷാരടി, പിന്നെ ധ്യാൻ ശ്രീനിവാസ്, പിന്നെ കുറച്ചധികം ആൾക്കാർ, ഈ സിനിമയുടെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇത്രയും പേരാണ് സ്റ്റേജിലുള്ളത്. അവരിലൂടെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് വീഡിയോ കാണാം. സത്യസന്ധമായ അഭിപ്രായം പറയാം. കുറച്ച് കൂടുതൽ പ്രേക്ഷകരിലേക്ക് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസർ ഫിനിഷ് ചെയ്യണം. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു സംഭവം വരുന്നത്. വാർത്തകളാണ് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങള് വരുന്നത്. അല്ലല്ല, ചോദ്യം കുത്തൊഴുക്ക് പോലെയാണ് സിനിമകൾ ഇപ്പൊ വരുന്നത്, ധ്യാന്റെ സിനിമകൾ വരുന്നതെന്ന് പറയുമ്പോൾ ധ്യാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, അല്ല അത് ഇപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, എന്റെ സിനിമ പണ്ട് തൊട്ടേ കുറച്ചു കാലം കൊണ്ട് കുത്തൊഴുക്ക് പോലെ വരുന്നുണ്ട്, അല്ല ഈ ഒരു ഇഷ്യൂ വന്നിട്ടല്ല എന്റെ സിനിമകൾ വരുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ധ്യാൻ. അപ്പൊ അതിനിടെ തന്നെ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല എന്ന് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആള് പറയുന്നുണ്ട്. അതെ. അപ്പൊ ഞാൻ പറയുന്നത്, ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിലിട്ടോണ്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ അപ്പൊ കേറൂ നിങ്ങളോ, ഞങ്ങള് മീഡിയ ടീം. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. സിനിമ ഒരു സിനിമ ജയിക്കുന്നത് മീഡിയയുടെ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സിനിമയെ പൊക്കിക്കൊണ്ട് വരികയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യാണ്, മീഡിയ പീപ്പിൾ ആർ ഓക്കെ എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് ഒരു ചോദിച്ച ആള് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് ഞാൻ തിരിച്ച് കൗണ്ടർ ചെയ്യുന്നുണ്ട്. പിഷാരടിയൊക്കെ പൊട്ടിച്ചിരിക്കുന്ന അപകടം നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു. എനിക്ക് പറഞ്ഞു എന്റെ കൊള്ളാമത്ത ഒരു പടം നിങ്ങൾ കാരണം, നീ കാരണം ഓടിച്ചു പറഞ്ഞു. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. ചേട്ടാ, കപ്പൽ മുതലാളി അല്ലല്ല, കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങളെ കുറെ പ്രാവശ്യം കണ്ടാണ് ഈ ഒരു വീഡിയോ. ഒരു മിനിമം ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ വീഡിയോസ് ഉണ്ട്. പക്ഷെ പിന്നെ കാണുമ്പോഴും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നവര് അത്ര ക്വാളിറ്റിയിലാണ് അവര് തമാശയും ബാക്കി സാധനങ്ങൾ വരുന്നത് എന്നുള്ളത്. നല്ല പടമാണ്. ഫണ്ണി രീതിയിലായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പിഷാരടിയും ജീവ എല്ലാവരും ഇത് ഈ പറയുന്ന ഈ ഒരു കോമഡി സാധനങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നത്. അവർക്ക് ഒട്ടും ഹേർട്ടൊന്നും ആവുന്നില്ല ധ്യാൻ പറയുന്ന ആ ഒരു സാധനം. പിഷാരടിയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. ഇത് നമ്മുടെ മുകേഷിന്റെ മരുമകനാണ്, സഹോദരി പുത്രനാണ് പുള്ളിക്കാരൻ. അപ്പൊ പുള്ളിക്കാരന്റെ കാരണവരെന്നും പറഞ്ഞ സിനിമ ഫ്ലോപ്പ് ആയിരുന്നു നേരത്തെ അഭിനയിച്ചത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതും ഫ്ലോപ്പ് ആയിരുന്നു. അത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രസ് മീറ്റ് അത്രയ്ക്ക് വൈബായിട്ട് അത്രയും തമാശയൊക്കെ പറഞ്ഞ് രസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോഴത്തേനും അറിയാം, ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് ഈ വീഡിയോ കാണുന്നത്.
1 മണിക്കൂറിൽ കൂടുതലുണ്ട് ഇതിന്റെ ഡ്യൂറേഷൻ. 27ാമത്തെ മിനിറ്റിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അവിടെ വരെ നല്ല ഭംഗിയിൽ പോകുന്നുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും എവ്രിബഡി ഈസ് എൻജോയ്. ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് വീഡിയോ എവിടെയോ സ്റ്റാൻഡിൽ എന്തോ ക്യാമറ വെച്ചിട്ട് അതിന്റെ പുറകെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരുടെ ചിരിയും എക്സ്പ്രഷൻസും ചെറിയ കമന്റ്സും ഒക്കെ നമുക്ക് കേൾക്കാം. എല്ലാവരും എൻജോയ് ചെയ്യാൻ ദേ ആർ ഹാവിങ് എൻ അമേസിങ് ടൈം. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ വന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ധ്യാനിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ സിനിമകൾ വരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് തന്നെ. സ്റ്റാർട്ടിങ്ങിൽ ഒരു പോസിറ്റീവ് നോട്ടിലേ അല്ല തുടങ്ങുന്നത്. ആദ്യമേ വിരൽ ചൂണ്ടുന്ന മാതിരി എന്തോ ഒരു നെഗറ്റീവ് ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തന്നെ. ഈ തമാശയൊക്കെ ഒരിക്കലും ആ ചോദിക്കുന്ന ആൾ പറയുന്ന തമാശകളല്ല. ധ്യാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇത്രയും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിനെ കുറച്ചും കൂടി ലൈറ്റർ ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരാത്ത വളങ്ങൾ ഒരുപാട് ജയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്റെ ഒരു അഭിപ്രായം, പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ്. അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അകത്ത് ഒരു അതോറിറ്റേറ്റീവ് ഒരു രീതിയിലാണ് മനസ്സിലായ എന്നുള്ളൊരു മോഡാണ്. അതെന്തോ പഠിപ്പിക്കാൻ നിൽക്കുന്നു എന്നുള്ളൊരു ഭാവത്തിലാണ് ഈ ഒരു പയ്യൻ നിൽക്കുന്നത്. അപ്പം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ. കേട്ടു നോക്കാം. ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടം പ്രതീക്ഷ വെക്കേണ്ടതെന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ ഒരു സിനിമക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാരടിച്ചന് കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടി? ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ധ്യാനം ഒരു സീരിയസ് ഒരു രീതിയിൽ തന്നെയാണ് കേൾക്കുന്നത്. പിഷാരടി കേൾക്കുന്നുണ്ട്. അതിന്റെ ഇപ്പുറത്തിരിക്കാൻ നമ്മുടെ മുകേഷിന്റെ മരുവൻ ജസ്റ്റ് ഒന്ന് ബാഗ് അടിക്കാൻ അവന് ചിരി വരണുണ്ട്. ഇവ എന്തൊട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇത് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു സംഭവം പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് എക്സ്പ്രഷൻ കാണാൻ മനസ്സിലാവും. ഒരുപാട് പ്രതീക്ഷയിലാണ്. കേൾക്കാവേ, കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര എക്സ്പ്രഷൻ നോക്കിക്കോണേ. രമേഷ് പിഷാരടിച്ചന് കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക എന്തുള്ള എക്സ്പ്രഷൻ പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര വടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി, എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? ഇത്രയും പറഞ്ഞില്ല, ഇവിടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു, പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്നത് ഞാനല്ലോ വെളുപ്പിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണമുണ്ടാവും. ധ്യാൻ അത് എന്ത് ക്ലീൻ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഇത്രയും, അതായത് നിങ്ങൾ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പൊട്ട പടങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത് അതൊരു അലിഗേഷനാണ്. അതൊരു കമന്റിൽ വായിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ശരി, അവൻ വായിച്ചോട്ടെ. അവൻ അത് കഴിഞ്ഞിട്ട് പേഴ്സണലി ധ്യാൻ്റെ അടുത്ത് പിടിച്ചായിട്ട് എങ്ങനെയാണോ കാര്യം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ട്. പിന്നെയും സമ്മതിക്കാം. ഒരു ചെറിയൊരു ഇന്റർവ്യൂലാണെങ്കിൽ പിന്നെയും ഓക്കെ. ഇത് ഇത്രയും ആൾക്കാരുള്ള ലൈവായിട്ട് ഓഡിയൻസ്, ഇത്രയും ആൾക്കാരുള്ള ഇത്രയും ക്യാമറാസ് ഓൺ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ ഇത് എന്നതാണ് ക്വസ്റ്റ്യൻ. അവൻ എവിടെ ചോദിക്കുന്നു ഈ ഒരു സാധനം, ആരുടെ കൂടെയാണ്, ഏത് സിറ്റുവേഷനിലാണ്, ഏത് സിനാരിയോയിലാണ് എന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതത്രയും ഇത്രയും വലിയൊരു അലിഗേഷൻ തന്നെയാണ് ടു ബി ഓണസ്റ്റ്. ഒരിക്കലും ഒരു അലിഗേഷൻ ആയിട്ട് തന്നെയാണ് അവൻ പറയുന്നത്, അല്ലാതെ ഒരു തമാശയായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ എന്നൊന്നും അല്ല പറയുന്നത്. അവൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് പോലും ധ്യാൻ ഇത്രയും ഈ വന്ന ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ വന്നല്ലോ. ആദ്യം ഒരുപാട് ഇങ്ങനെ സിനിമകൾ വരുന്നുണ്ട്, ഒരു പ്രൊഡ്യൂസർ എന്താ പറയുക ക്വാളിറ്റി നോക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് മണി എന്ന് പറയുന്ന ഈ ഒരു സാധനം. അപ്പൊ ഇതൊക്കെ തന്നെ ധ്യാൻ അത്രയും നന്നായിട്ട് അത് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള റിപ്ലൈ കൊടുക്കുന്ന തമാശയൊക്കെ മിക്സ് ചെയ്ത് ആർക്കും വലിയ ഹേർട്ട്ഫുൾ ആവാതെ തന്നെ അതിന് റിപ്ലൈ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ബ്രില്യൻ സംഭവമാണ്. കഴിവ് തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല അതിനൊന്നും. അപ്പൊ എന്റെ പടം നഷ്ടമായിട്ട്
എല്ലാരും വെളുപ്പിച്ചല്ലേ? എല്ലാരും പഠിപ്പിച്ചില്ലേ? ഇതെന്താ പ്രശ്നം? പ്രേക്ഷകര് നിരാശയിലാണ് അതേ പറയുന്നത്. പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കാതെ ഒന്നുമല്ല ഒരു സിനിമ ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോ അങ്ങനെ അത്രയും സിനിമ ഇവിടെ ഇറങ്ങുന്ന അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല. 150 സിനിമ ഇറങ്ങുന്നുണ്ട്. 12 മാസമല്ലേ ഉള്ളൂ, 365 ദിവസമുള്ളൂ. 150 ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ ഉണ്ട്. അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് എണ്ണം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ പിഷാരന്റെ എഫേർട്ടാണ്. ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഹൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും, ഹോട്ടൽ കൂട്ടും, കട തുടങ്ങും. അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പലതും വരും, പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും. ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു 100 കോടി പടമൊന്നും അല്ല ധ്യാൻ വരുന്നതും ഇല്ല. നമുക്ക് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ, നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്തായാലും ഒരു സിനിമ ചെയ്യും. അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യതയില്ലെങ്കിൽ അവർക്കൊരു സിനിമ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ്. കിട്ടിയാ കിട്ടി, പോയാൽ പോട്ടെ. ലോട്ടറി എടുക്കുന്ന പോലെയാണ്. മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. ധ്യാന ഞാൻ ഒരുവിധം എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂസും കണ്ടിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ അകത്ത് പോലും ഈ ഒരു സിനിമ ബോംബാണ് അല്ലെങ്കിൽ സിനിമ പൊട്ടും എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷന് ധ്യാൻ ഇരിക്കാറില്ല. ചില സിനിമകളിൽ ഭയങ്കര പ്രതീക്ഷയുണ്ടെന്ന് എടുത്തു പറയും. ഇത് എനിക്ക് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് എന്നുള്ള കാര്യം ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്ട്ലി ഓഡിയൻസിൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ധ്യാൻ. ചില സിനിമകളിൽ അതിൻ്റെ എക്സ്പീരിയൻസസ് കൊള്ളായിരുന്നു, ഷൂട്ടിംഗ് കൊള്ളായിരുന്നു, ഇങ്ങനെ എന്നുള്ള കാര്യവും ചിലതിൻ്റെ അകത്ത് കുറച്ചും കൂടി, അതായത് എനിക്ക് കുറച്ചുകൂടി പ്രതീക്ഷ ഉള്ളതാണ് എന്നുള്ള കാര്യം ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്ട്ലി ഓഡിയൻസിൻ്റെ കൂടെ, അതായത് ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ധ്യാൻ ഓരോ ഇൻ്റർവ്യൂസിലും ഇരുന്നേക്കുന്നത്. അതിൽ ഒരെണ്ണത്തിൽ പോലും സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ സിനിമ പൊട്ടാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോഷനിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ കണ്ടിട്ടില്ല, ടു ബി ഓണസ്റ്റ്. ശ്രീകാന്ത് വെട്ടിയാല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പടക്കൂട്ടുണ്ടാണോ നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണെന്ന് നിനക്ക് നീ മാനിക്ക് വെച്ചിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തൂടെ. അല്ല അതിനകത്ത് ഇതിനു മുമ്പ് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി എന്ന് ഇവരൊരു ഡയലോഗ് അടിച്ചിപ്പം. അപ്പൊ ഇതിനു മുമ്പ് സുപ്പി എന്ന് പറയുന്ന ഒരു ലൂഡോയുടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ധ്യാന്. അപ്പൊ അതിനെ കുറിച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോഴത്തേനും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരാൾ എന്ന സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ഗെയിമിംഗ് ആപ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനെ പ്രതിബദ്ധതയൊന്നും ഇല്ല, സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് നിങ്ങൾ കളിക്കണ്ടെങ്കിൽ കളിക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പുള്ളിക്കാരൻ ധ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അത് പുള്ളിക്കാരൻ്റെ ജോലിയാണ്. ഒരു ആഡ് പോലെ ഒരു സാധനം ചെയ്യാന്നുള്ളത് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പം അവിടെ ഇട്ട് പിന്നെയും കുത്തുകയാണെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള ആ ഒരു സാധനം കൂടി പിന്നെ അടിക്കുന്നുണ്ട്. അതായത് പിന്നെ റിപ്പീറ്റഡ്ലി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ധ്യാൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ അല്ലെങ്കിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് കഴിയുന്നില്ല, അത് പിന്നെയും ഇട്ട് അവൻ കുത്തുന്നുണ്ട്. അത് ആരാണെന്ന് അറിയില്ല, അവൻ്റെ പേര് എനിക്ക് ഇതിൽ എന്തോ ചെറുതായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ. ആ ഒരു പയ്യൻ്റെ അത് ആരാണെങ്കിലും മിടുക്കനാണ്. ഈ പടക്കം പൊട്ടില്ല, അത് പൊട്ടിയാലും അത് ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം ഉടങ്ങണം, അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത്. എല്ലാവരും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം, അപ്പൊ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം. അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാരെന്നെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞാൽ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരാ? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത്രയും നേരം വളരെ ലൈറ്റായിട്ട് തമാശകൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും പിന്നെയും ഭയങ്കര റാപ്പിഡായിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. ഈ പോക്ക് പോയാൽ അവൻ നിർത്തൂല, പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു ഉത്തരം ഞാൻ കൊടുക്കുകയാണ്.
ഒരുപാട് മോശം എന്നൊന്നും പറയുന്നില്ല, ഡോസ് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. പക്ഷെ അണ്ണ കൊടുക്കുന്നുണ്ട്, ആട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് പഠിപ്പിച്ചു തരാ. പിന്നെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരാ? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് പഠിപ്പിച്ചു തരും. അല്ലല്ല, സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാരിരിക്കെ പ്രസ് മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി. നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, നിർത്തി, ഒരു സെക്കൻഡ് നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ, അല്ലല്ലോ. നീ പറഞ്ഞേക്ക്. ആവശ്യമില്ലാത്ത ചോറിയ കുഴപ്പമില്ല, നീ ചെയ്ത പോലെ തന്നെ അവനെ ഒരു തമിഴിലായിട്ട് ചോദിക്കണം. ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താണെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ. ഇത് ഒരു സെക്കൻഡ്, അത് വിടും. അതായത് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. സിനിമ പൊളിയുന്നു, ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മോനെ സ്ഥാപനത്തിലേക്ക് പോണമെന്ന് ഞങ്ങളല്ല. പേഴ്സണലായിട്ട് ചോദിച്ച ഒരു കാര്യമാണ്. പേഴ്സണലായിട്ട് നീ ചോദിച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിരിക്കുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കയറി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ധ്യാനം തന്നെയാണ് സപ്പോർട്ട്. മറ്റൊരു ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, ഓഡിയോ ബാക്കി കാര്യങ്ങളും കേട്ടിട്ട്. ഇതൊരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്ക്. ഞാൻ സീരിയസ് ആയിട്ട്, അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം. ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് സഹോദരൻ. അപ്പൊ ഞാൻ പറയല്ലേ, നീ അത് കേക്ക്. നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? അത് ഞാൻ മറുപടി പറഞ്ഞിട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ചെയ്ത് പറഞ്ഞു തരുന്നു. നിന്നെ ഒരിക്കലും പ്രൊഡ്യൂസർ മോന്റെ പേര് ചോദിക്കുന്നതിന്റെ പേര് ചോദിക്കാനേ പ്രൊഡ്യൂസർ. മോന്റെ പേരെന്തുവാ? അല്ല, ഏത് ചാനലാ? അതും വേണ്ടല്ലേ. പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടിയപ്പോ. അയ്യോ, ഞാൻ കേട്ടില്ലല്ലോ. അതും വേണ്ടല്ലേ. പക്ഷെ അല്ല, ഏത് ചാനലാ? അതും വേണ്ടല്ലേ. പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടിയപ്പോ. ഞാന് 40 വർഷമായി. ഓക്കെ, അത് അഡ്വർടൈസ്മെന്റ് ആയല്ലോ. ഞാൻ ചോദിക്കാൻ അത് അഡ്വർടൈസ്മെന്റ് ആയല്ലോ. 40 വർഷമായി. ഓക്കെ, യൂടോക്ക് എന്ന് പറയുന്ന ചാനൽ, അതിന് അഡ്വർടൈസ്മെന്റ് ആയല്ലോ. അതിന് വേണ്ടിയിട്ടായിരിക്കും അവൻ ചോദിച്ചിട്ടുണ്ടാവുക. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, മോൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത്. അല്ല, താഴെ ഇടുന്ന കമന്റ് വായിച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നു പറയാൻ? എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. വിഷമായിട്ടാ, ഞാൻ നന്നായിട്ട് വിഷമായിട്ടുണ്ട്. അത് ഇപ്പൊ ഈ ഒരു സാധനം കണ്ടറിയാം. ഇപ്പൊ അതിൻ്റെ അകത്ത് ഒരാൾ പച്ചത്തെറിയാണ് വിളിച്ചതെന്ന് വെക്ക്, ധ്യാനിനെയോ അതിൻ്റെ അകത്തുള്ള ആരെങ്കിലും പച്ചത്തെറിയാണ് വിളിച്ചതെങ്കിൽ ഇവൻ വന്നിട്ട് ചേട്ടാ ഞാൻ ഇങ്ങനെ കമന്റിന്റെ അടിയിൽ എന്ന് ചേട്ടനെ തെറി വിളിച്ചത് ഞാൻ കണ്ടു എന്നാ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ കമന്റിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ഇവിടെ വന്ന് അത് പറയേണ്ട ഒരു ആവശ്യമില്ല. അത് സന്ദർഭം നോക്കി പെരുമാറുക എന്നുള്ളതാണ്.
വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയാമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞുതരാം. എനിക്കൊരു കാര്യം പറഞ്ഞുതരാം. നീ കേട്ടോ? അല്ലല്ല, അവനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം നീ കേട്ടോ, ഒരു കാര്യം നീ കേട്ടോ, എടാ ഒരു കാര്യം നീ കേട്ടോ. അല്ല, അവനൊരു ഒരു കാര്യം പറഞ്ഞു. എടാ അവനെ, എടാ നീ അവിടെ അവനെ നിങ്ങൾ കോർണറില്ലേ? എടാ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക, വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കുക. നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു, ഇത്രയും ആൾക്കാര്. നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇത്ര തവണ ഞാൻ കുഴപ്പമില്ല. ഇതിനെയും അതിന്റേതായ രസത്തിൽ തന്നെ എടുത്താൽ മതി മോനെ. കുഴപ്പമില്ല, ചോദിച്ചോ. എന്നോട് ഇനി ഉത്തരം പറയാനില്ല. ഇത്രയും ആൾക്കാർ പറയുന്നത് പ്രൊമോഷൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നാണ്. നിർത്തടാ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറെ പ്രാവശ്യം മറ്റുള്ളവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കണം. പുറത്താക്കാന്നൊക്കെ പറഞ്ഞു. ഇവിടെ പറഞ്ഞു വേണ്ട, പുറത്താക്കണ്ട, അവ അവിടെ ഇരിക്കട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇവർ നിൽക്കുന്നത്. അവര് പറയുന്നുണ്ട് പോണ്ട, ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ. അയ്യോ കുഴപ്പമില്ല, ചോദിച്ചു പോലെ ചോദിച്ചു നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻസ് വരുന്നു, പ്ലീസ് പ്ലീസ്. കുഴപ്പമില്ല. റിയൽ ലൈഫിൽ നടന്ന സംഭവം അതിൽ നടന്ന അതേ ക്യാരക്ടേഴ്സ് തന്നെയാണോ? ആ ക്യാരക്ടർ തന്നെയാണോ സിനിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും അനൗൺസ് ചെയ്തിട്ടോ റൈറ്റിംഗ് വൈസ്? പിന്നെ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേനും അവർ കുറച്ച് റെഫറൻസസ്, അതായത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും, അതായത് ഇപ്പൊ ഇനി 1 മണിക്കൂറാണ് ടോട്ടലി ഒരു ഇന്റർവ്യൂവിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴും അവർ ഈ ഒരു പയ്യനെ കുറച്ചും കൂടി റെഫറൻസസ് പോലെ ഓരോ കാര്യങ്ങളിലാക്കി പയ്യനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും കൂടെ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അത് ഈ ഒരു സിറ്റുവേഷനെ ഒരു കുറച്ചും കൂടി ഒന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആ പയ്യൻ ഭയങ്കരമായിട്ട് ഇമോഷണലി എന്തെങ്കിലും ആയിട്ടുണ്ടാവാം, അത്രയ്ക്ക് ഇനി വേണ്ട, അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഫീൽ കൊടുക്കാം എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആണ് അവർ അത്രയും ലൈറ്റ് ആക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഇപ്പൊ ചിലപ്പോൾ വേറൊരാൾ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുക. ഒന്നി അവനെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജന്മത്ത് ഇങ്ങനെയുള്ളിടത്ത് വരാത്ത രീതിയിൽ അവർ ആക്കിയാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഇരിക്കുന്ന ഇവരൊക്കെ. അപ്പൊ അതൊന്നും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവർ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവനൊരു പോസിറ്റീവ് ഒരു സംഭവം കൊടുത്തു എന്നുള്ളത് അതുകൊണ്ട് ജസ്റ്റ് കാണിച്ച് നമുക്കിതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു നല്ലോണം ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ജാൻ എന്ന് പറഞ്ഞ ആക്ടർ മലയാളികൾക്ക് ഫേവറേറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ജാൻ ചേട്ടൻ ഇത്ര കൂളായിട്ട് നിൽക്കുന്നത്, ഞങ്ങളോട് ഇടപെടുന്നത്. അത് ഞങ്ങൾ ഇവന് മാത്രം അത് മനസ്സിലാകുന്നില്ല. അത് ലൈറ്റർ ആക്കാനുള്ള എഫേർട്ട് ഭയങ്കര. നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചോദ്യം ചോദിക്കരുത്, പ്രശ്നം കഴിഞ്ഞു. ഇത്രയും പിഷാടി പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ചോദ്യം ചോദിക്കില്ല, പ്രശ്നം കഴിഞ്ഞു. ചോദ്യം ചോദിക്കരുത്, പ്രശ്നം കഴിഞ്ഞു. കാര്യം ഞാൻ മനസ്സിലാവും. ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമായിരിക്കും. നീ ഫസ്റ്റ് ചോദ്യത്തിലല്ലേ നിന്നെ പുറത്താക്കിയത്. നീ ഒരിക്കലും ഇവിടെ മോന്റെ ജോലിയിൽ പഠിച്ചു വരികയാണ്. ഇത് അത് പഠിച്ചു വരുന്നു. അപ്പം ഈ ഭയങ്കര ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കല് വരുന്നതുകൊണ്ട് ഈ ജോലിയില്ലേ ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി, ഇതൊക്കെ ഞാൻ നിനക്ക് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. ഇവിടെ പലർക്കും അത് അറിയാം, നിനക്കത് അറിയില്ല, അതാ പ്രശ്നം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം പേഴ്സണലായിട്ട്. അത്രയും ജൂനിയർ ആയിട്ടുള്ള ഒരു പയ്യനാണ് ഇങ്ങനെയുള്ള കമന്റ്സും ബാക്കി കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു അറിവില്ലാതെ പഠിച്ചു വരുന്ന ഒരു പയ്യൻ. അപ്പൊ അവന്റെ അറിയാന്നുള്ള ഒരു നോളജ് ബേസിസിൽ വേണ്ടേ സംസാരിക്കാൻ. അത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരാളെ കുറിച്ച് ഒരു അലിഗേഷൻ എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴൊക്കെ സ്വന്തം സിനിമ പൊട്ടിയത് ഒരു അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതൊരു വലിയ മനസ്സാണ്. സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ച പോയിന്റ് അതല്ലേ, സിനിമ പൊട്ടിയാല് പലരും അത് പൊട്ടിയില്ല, മറ്റേത് വിജയമാണ് അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളത് പൊട്ടി മോശമായി എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് സിനിമ സീരിയസ് ആയിട്ട് കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാത്തതല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട്. നീ ഒരാൾ മാത്രം സീരിയസ് ആയിട്ട് ഇട്ടിട്ട് എന്താ കാര്യം? പ്രൊഡ്യൂസർ കാണണ്ടേ? ഇതിന്റെ പ്രൊഡ്യൂസർ
ഡയറക്ടർ, ഇവരൊക്കെ സീരിയസ് ആയിട്ട് നമ്മൾ ആക്ടേഴ്സ് എന്താണെന്നറിയാമോ, നമ്മൾ ടൂളാണ്. നമ്മൾ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സിനിമ ചെയ്തു. അത് ഞാൻ അത്യാവശ്യം എനിക്ക് അഭിനയിച്ചിട്ടില്ലേ, ആ പടം ഓടിയില്ലേ, നല്ല അതിന്റെ പുറകിൽ ഒരു നല്ല സംവിധായകരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിന്റെ അവിഭാജ്യ ഘടകം. എന്തൊക്കെയാ എഴുത്ത്, നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം. ഇത് എന്റെ കോളല്ല, നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. നിനക്കൊരു ജോലി ചെയ്തിരുന്നു, ഒരാൾ ജോലി ചെയ്ത് നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവരുടെ ഗട്ട് ഫീലിങ്ങിനെ നമ്മൾ വിശ്വസിക്കും. കാരണം എല്ലാവരും ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേര് ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം. ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ട് ചിലപ്പോൾ ഓടില്ല. നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മൾ സിനിമ അവർക്ക് ഡേറ്റ് കൊടുക്കും. അവര് ആത്മാർത്ഥമായി ശ്രമിക്കും, പൊട്ടിപ്പോ. ഈ 150 പടങ്ങളില്ലേ, നമ്മളൊക്കെ വിദേശത്തൊക്കെ പ്രോഗ്രാമിന് മുമ്പ് ചില ആൾക്കാർ പരിചയപ്പെടും, ഒരു പടം ചെയ്യണം. അവരുടെ സ്കൂളിംഗ് ഇതൊക്കെ, ഇതിനെയൊക്കെ അടിസ്ഥാനപരം ഇതൊക്കെ എടാ അത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. ഇപ്പൊ നമ്മൾ ഒരു സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല. ഇത് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിംഗ് ഇതൊക്കെ, ഇതിനെയൊക്കെ അടിസ്ഥാനപരം ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിനനുസരിച്ചിരിക്കും. മനസ്സിലായി? അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ ഇതനുസരിച്ചിരിക്കും. ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെന്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാർ, അപ്പൊ എല്ലാ സാധനം ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ മാത്രമല്ലല്ലോ, സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും. തമ്മിൽ മിണ്ടോന്നൊക്കെ മുതൽ കാലം 450 ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിന്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ്. ഞാൻ 2 പടം ചെയ്തു. നമ്മൾ സിനിമ ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും ഇവിടെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വലിയ നല്ല സിനിമ ചെയ്യുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചിലപ്പോ അത് ഓടാത്ത പല പൊട്ടി സിനിമ ചെയ്യുന്ന ഞാനോ നല്ല മനുഷ്യനല്ലടാ. അത് ഈ ജഡ്ജ് ചെയ്യുന്നത് ആസ്വദിക്കുന്നതായിട്ട് വലിയ വ്യത്യാസമുണ്ട്. വിദേശത്തൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നാൽ എൻജോയ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എല്ലാ സാധനവും വളരെ ജഡ്ജ് ചെയ്യുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഇന്റർവ്യൂ, ഞങ്ങളെല്ലാവരും ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ ചെയ്തല്ലോ. ഞങ്ങൾ 4-5 സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത. അപ്പൊ പലർക്കും പലതും പേഴ്സണൽ ആവുന്നിടത്ത് എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങും നമ്മൾ. അപ്പൊ ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം, ഞാൻ ഇവനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവൻ എന്നോട് വെറുപ്പുണ്ട്, ഞാൻ ഇവൻ എന്ത് ചെയ്തു? അപ്പോ എന്ത് ചെയ്തിട്ടാണ് അവൻ എന്നോട് ഇത്ര പ്രശ്നം? കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ സിനിമ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാരെ വെറുക്കുന്ന എന്തിനാ പറയുമോ, നമ്മൾ സിനിമ ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും ഇവിടെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വലിയ നല്ല സിനിമ ചെയ്യുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ഇങ്ങനെയുള്ള 1-2 റെഫറൻസസ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പയ്യനെ കേട്ടിട്ട്, ഇവന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സൗണ്ട് കേട്ടിട്ട് അവനാണെന്ന് തോന്നുന്നു. മെലിഞ്ഞിട്ട് ചെറിയൊരു നീണ്ട ഒരു ഫേസുള്ള ഒരു പയ്യൻ, ഒരു യങ് ബോയ്, ആ പയ്യനാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഒരു ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു, ഇവരുടെ തന്നെ ഒരു പ്രൊമോഷൻ്റെ ഇടയിൽ ധ്യാനം ഒരുപാട് പൊക്കിയിട്ടും ബാക്കിയുള്ള അവരുടെ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞൊരു ആങ്കർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഐം നോട്ട് ഷുവർ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിവേ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ഒരു രീതിയിൽ പറഞ്ഞ് ഇതൊന്ന് അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല, വെറുപ്പിക്കാവുന്നതേ ഉള്ളൂ ചുമ്മാ. പക്ഷേ ഇവരുടെ എന്തോ വലിയ മനസ്കത എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, ഒന്ന് സോഫ്റ്ററായിട്ട് അത് പതുക്കെ അങ്ങ് ചോക്കെ എന്നുള്ളൊരു പരിപാടിയിലോട്ട് അവർ വിട്ടു. നല്ല കാര്യം, എന്തായാലും നല്ല കാര്യം. അങ്ങനെ ഒരു രീതിയിൽ അവർ വിട്ടത്, ആ ഒരു സ്പിരിറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. ഇതൊക്കെയാണ് നമ്മൾ കണ്ടു പഠിക്കാനുള്ളത്. ഏതൊരു സെലിബ്രിറ്റി ആണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിൽ ആരാണെങ്കിലും തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, അപ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ മിക്കവർക്കും അല്ലെങ്കിൽ 99.99% ആൾക്കാർ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെയൊന്നും ഒരു സിറ്റുവേഷൻ വരാനായിട്ടൊന്നുമില്ല. പക്ഷെ ഇത്രയും നല്ല രീതിയിൽ ഇവരത് ഹാൻഡിൽ ചെയ്തു എന്ന് പറയുന്നത് ഒരു ഉറപ്പായിട്ടും നല്ലൊരു കൈയടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യം. ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ട് ഒരു ഒപ്പീനിയൻ പോലത്തെ ഒരു പരിപാടി പറയുന്നതാണ്. എങ്ങനെ ഇത് ടേൺ ഔട്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഐ ഹാഡ് എ ഗുഡ് ടൈം. അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. സജൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അത് വായിച്ച് നോക്കിയിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള
വീഡിയോസ് ഞാൻ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് വല്ല ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ താഴെ ഇട്ടേക്കുക. ഒരു മോട്ടിവേഷൻ പരിപാടിക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ താഴെ ഇടുക, ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ ബൈ.